എടുത്തോളൂ സാറേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മോട്ടു പത്ലു അവരുടെ കൂട്ടുകാര് ഗസിറ്റാറാമും ഡോക്ടർ ജഡ്കയും TV പ്രൊഡ്യൂസേഴ്സ് ആവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവരെല്ലാവരും നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് നല്ല TV പ്രോഗ്രാംസുമായി വരാൻ പോകുന്നു. നമ്മുടെ ലോക്കൽ കേബിളിൽ ഇതൊക്കെ കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാ പ്രോഗ്രാംസും ഹിറ്റ് ആവട്ടെ, അതിനൊരു സംശയവും വേണ്ട. കാരണം ഇവരോടൊപ്പം എന്നെ പോലെ കഴിവുള്ള ആക്ടേഴ്സും ഉണ്ടല്ലോ. ഇവരെടുക്കുന്ന എല്ലാ പ്രോഗ്രാംസിലും ഞാനായിരിക്കും ഹീറോ. എല്ലാവരും ഒന്ന് മാറിക്കേ. എന്നെ പോലെ അഭിനയിക്കാൻ വേറെ ആർക്കും കഴിയില്ല. എന്റെ ആക്ടിങ്ങിന്റെ ഒരു സാമ്പിൾ കണ്ടോളൂ. ഞാൻ തനിച്ചല്ല, എന്റെ പുറകെ നാട്ടുകാർ മുഴുവനുമുണ്ട്. കാണണോ? നിങ്ങളുടെ അഭിനയം എന്താ ബോക്സർ സാറേ? എന്റെ അഭിനയം കാണുന്നോ? ആർക്കെങ്കിലും വേണോ ഞാനുണ്ടാക്കിയ സമോസ? പക്ഷെ ഓർമ്മയിരിക്കട്ടെ, ഇന്ന് റൊക്കം നാളെ കടം. വീണ്ടും പറയുന്നു, ഇന്ന് റൊക്കം നാളെ കടം. എല്ലാവരും തിന്ന് തിമിർക്കൂ. എല്ലാവരും ഒന്ന് സമോസ കഴിക്കൂ, എനിക്ക് ക്യാഷ് തരൂ. എന്റെ അമ്മോ മോട്ടു, ഇവരെക്കാളൊക്കെ എന്റെ ആക്ടിങ്ങില് മികച്ചതായി ഉള്ളത്. പേടിക്കേണ്ട, സത്യം പറഞ്ഞോ. പറയൂ 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 പറയൂ. മോട്ടു, ചിങ്കത്തിനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു മാത്രം പറഞ്ഞാ മതി. ഒട്ടും മടിക്കാതെ പറഞ്ഞോളൂ. എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നെന്നും പറയൂ. അത് പറയൂ. മിണ്ടാതിരു ഭാഗത്തിരുന്ന് ചായ ഉണ്ടാക്ക്. നീ മിണ്ടാതിരുന്ന് ബോക്സിംഗ് ചെയ്യേ. പോകൂ. ഓക്കെ, നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് പോയിക്കോളൂ. ഞാൻ മാത്രം ആക്ടിങ് ചെയ്തോളാം. രണ്ടുപേരും ഞാനുണ്ടല്ലോ. വലിയ പ്രശ്നമായല്ലോ. ബോക്സറിനെ ഹീറോ ആക്കില്ലെങ്കിൽ അയാൾ നമ്മൾ ഇടിച്ച് ചമ്മന്തിയാക്കും. ചിങ്കത്തിനെ ആക്കിയില്ലെങ്കിൽ നമ്മൾ അയാൾ പിടിച്ച് ജയിലിലിടും. ചായക്കടക്കാരനെ ആക്കിയില്ലെങ്കിൽ പിന്നെ അയാൾ സമൂസയും തരില്ല. യോ, ഇപ്പൊ എന്താ ചെയ്യാ? പൊളിക്കടുത്തല്ലോ. ഇതിനാണ് പറയുന്നത്, ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് ചെറുത്താനും നടുവിലും നമ്മളും. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. നമ്മുടെ പ്രോഗ്രാം എന്താന്ന് അറിയില്ലേ? ഇതൊരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ്. അതായത് ഓരോരുത്തർ അറിയാതെ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങളൊക്കെ അവരറിയാതെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും മോട്ടു. എന്നിട്ട് ആ ഷൂട്ട് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ലോക്കൽ ടിവിയിൽ കാണിച്ചു കൊടുക്കും. ഇതിനാണ് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള വള്ളി നമ്മുടെ കാലിൽ തന്നെ വന്ന് ചുറ്റിന്ന്. ഷൂട്ടിംഗ് നടത്തിയാലും നമ്മൾ അവന്മാർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓയ് മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ടീം ഉണ്ടാക്ക്. ഞാനും ഗസീട്ടാറാമും വേറൊരു ടീമും. നമ്മൾ 2 ടീമായിട്ട് ഷൂട്ട് ചെയ്യാം. ഓക്കേ? നിങ്ങളെന്താ വിചാരിച്ച് എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്നോ? ഞാനാണ് സൂപ്പർ ഹീറോ. ഇവിടെ നിന്ന് കുറച്ച് വ്യത്യാസമായ സീനുകളിൽ ഷൂട്ട് ചെയ്യാൻ മോട്ടു. ഞാൻ ഹീറോ. ഞാനാണ് സൂപ്പർ ഹീറോ. ഞാനാണ് മെഗാസ്റ്റാർ. എന്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് ചേടാ, ഇതെന്താ എന്റെ പുറകിൽ നിന്ന് മാറാത്ത? അയ്യോ, ആരെങ്കിലും രക്ഷിക്കേ. ഈ എലിയിൽ നിന്നും എന്നെ രക്ഷിക്കേ. അയ്യോ. ഒന്നും മിണ്ടാതിരിക്കെ. ബോക്സർ എങ്ങാനും കേട്ട അയാൾക്ക് ദേഷ്യം പിടിക്കും. പത്ലു, ബോക്സർ അതിന് കേട്ടിട്ട് വേണ്ടേ? അയാൾ അതിനകത്തല്ലേ. പുള്ളിക്കാരന് പുറത്തു വരാനുള്ള ധൈര്യമില്ലല്ലോ. ഞാൻ പുറത്താണ്, നിങ്ങളുടെ മുന്നിൽ. പക്ഷെ എന്റെ മുന്നിൽ നിങ്ങൾ ഇനി ഉണ്ടാവില്ല. മനസ്സിലായോ? എന്നോടാ ഇവന്മാരുടെ കളി. ഇത്
എന്താണ്? ആ, ഏയ്, 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 അമ്മോ. അമ്മേ, അച്ഛാ, എന്താ പറ്റിയ മോട്ടു, നീ എന്തിനാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നേ? പത്തലു, എന്റെ പാന്റിനകത്ത് എലി കയറി. വേണ്ട, അവിടെ കടിക്കരുത്. വേണ്ട, വേണ്ട. ജഡ്കയുടെ പ്രൊജക്ടർ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ദേ അങ്ങോട്ട് നോക്ക്, ചിങ്കം സാർ വരുന്നുണ്ട്. നമുക്കിപ്പോ അയാളെ ഷൂട്ട് ചെയ്യാം. മോട്ടു നീ റെഡിയായിരിക്കേ. എന്റെ അമ്മ, ഈ റോട്ടിൽ ഇത്ര വലിയ പാറ എവിടുന്ന് വന്നിരിക്കുന്നു? ഇതിനെവിടെയെങ്കിലും മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കും. എന്റെ അമ്മോ, ഇത് എന്തൊരു പാറയാണ്! ഇതിനൊന്നും തൊടാൻ പോലും കഴിയുന്നില്ലല്ലോ. ഞാൻ പാറപ്പുറത്തുള്ള ഭൂതമാണ്. നിനക്ക് ഈ പാറപ്പുറത്തുള്ള ഭൂതത്തിനെ തൊടാൻ പോലും പറ്റില്ല. എന്റെ അമ്മോ, പാറപ്പുറത്ത് ഭൂതമോ? ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. സോറി, വെരി സോറി. ഞാൻ അറിയാതെ നിങ്ങളുടെ വഴിയിൽ വന്നതാണ്. നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം നിന്നെ ഞാനൊരു പാറയാക്കി മാറ്റാൻ പോവുകയാണ്. ഇവിടുന്ന് പോകൂ, ഇവിടുന്ന് പോകൂ. എന്റെ പാറച്ചേട്ടാ, എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് പാറയായി മാറണ്ട. എന്റെ അമ്മോ. ഒരു ഇൻസ്പെക്ടർ ആയിട്ടാണ് ഇത്രയും പേടിക്കുന്നത്. ഇയാൾ എങ്ങനെയാ ഫുർഫുറി നഗരത്തിലെ കള്ളന്മാരെടുത്തുനിന്ന് നമ്മളെ രക്ഷിക്കുക? ഞാൻ പറഞ്ഞു തരാം ഫുർഫുറെ നഗരത്തിനെ എങ്ങനെ ഞാൻ രക്ഷിക്കുമെന്ന്. 1, 2, 3. പിടിച്ചോ, കുംഫു, കറാട്ടെ, പിന്നെ ജൂഡോ, ഇത് കളരി, പിന്നെ നിഞ്ച. ഇനി വേണോ? നാടനടി വേണോ നിങ്ങൾക്ക്? പറ, വേണോ? വേണ്ട വേണ്ട ചിങ്കം സാറേ, ഇപ്പൊ തന്നെ ഒരുപാടായി. വരൂ, ചായ കുടിക്കാം. ഭൂതങ്ങൾ ചായ കുടിക്കാറില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. എനിക്ക് സമൂസ കഴിക്കണമെന്നുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മനുഷ്യനായിരുന്നപ്പോൾ ഈ ചായക്കടയിൽ നിന്നാണ് സമൂസ മേടിച്ച് കഴിച്ചത്. ഒന്നും മിണ്ടാതിരിക്കാൻ, അയാള് കേട്ടാ പണിയാവും. അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പേടിപ്പെടുത്തിയായിരുന്നു അല്ലേ? നിങ്ങൾ ഞാൻ വിടാൻ പോകുന്നില്ല. നിക്കറാവണേ. നോക്ക് ചായക്കട ചേട്ടാ, ഞങ്ങളത് പിന്നെ ഒരു തമാശക്ക്. ഒരു ഭാഗത്തിരുന്ന് വിശദമായി പറയൂ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? താങ്ക് യു. ആദ്യമായിട്ട് ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ നിങ്ങളുടെ കടയിൽ ഞങ്ങളോട് ഇരിക്കാൻ പറയുന്നത്. ആദ്യം കുറച്ച് സമൂസ കഴിക്കട്ടെ, എന്നിട്ടൊക്കെ പറയാം. അതിനെന്താ, സമോസയും തരാം, ചായയും കുടിപ്പിക്കാം. ആദ്യം ഒന്ന് ഇരുന്നാട്ടെ. ചേട്ടാ, നിങ്ങളുടെ സാധനം എന്തോ കരിയുന്നുണ്ടല്ലോ. എന്റെ അടുത്തല്ല, നിന്റെ അടുത്താണ് എന്തോ കരിയുന്നത് മോട്ടു. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പ്രോഗ്രാം വരാനിരിക്കുന്നു. നമ്മുടെ ഈ ഷോയിന്റെ പേരാണ്, തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്, തമാശയാണ്. ഇതിലെന്താന്ന് വെച്ചാ നിങ്ങൾ എല്ലാവരും ഹീറോയെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഷൂട്ടിംഗ് എപ്പോഴായിരിക്കും? ഓ എന്റെ ചങ്ക്, ഞങ്ങൾ 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഒരു ഗ്രൂപ്പില് മോട്ടുവും പത്തിലുമാണ് നിങ്ങളെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പില് ഞാനും ഗസീട്ടറാമും കൂടിയാണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ഓ, ഇത് ഞാനാ. ഇത് നിങ്ങൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എന്നെ ഹീറോ അല്ല, സീറോയാണ് ആക്കിയിരിക്കുന്നത്. എന്റെ അമ്മോ, വേണ്ട
വിട്ടോ, ഓടിക്കോ. ഏയ്. ഓ എന്റെ ചങ്കുകളെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഈ ഷോയുടെ പേര് തന്നെ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്, തമാശ മാത്രമാണെന്നാണ്. ഇനി ഞാനും കസീട്ടയും ഷൂട്ട് ചെയ്ത രംഗങ്ങൾ കാണിക്കാം, കണ്ടോളൂ. ഓ എന്റെ ചങ്കേ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല, തമാശയല്ലേ.